നമസ്കാരം. ഉമ്മൻചാണ്ടിയോളം ജനകീയനായിട്ടുള്ള ഒരു നേതാവും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. ഇത് സത്യമാണ്. കേരളത്തിൻ്റെ ജനകീയനായിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ഇപ്പോൾ വിട പറഞ്ഞിട്ട് 2 വർഷത്തോളം പിന്നിടുമ്പോഴും ഇന്നും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുന്നോട്ട് നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് മേൽ ചാർത്തപ്പെട്ട എല്ലാ കപടമായിട്ടുള്ള ആരോപണങ്ങൾക്കും രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും മുൻപിൽ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തെളിഞ്ഞ മനസ്സോടുകൂടി നിന്നിട്ടുള്ള ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലെ തന്നെ അതികായനായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ വഴിയെ നടക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. തൻ്റെ നടപ്പിലും പ്രവർത്തനത്തിലും നിലപാടുകളിലുമെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ. തൻ്റെ നടപ്പിലും പ്രവർത്തനത്തിലും നിലപാടുകളിലുമെല്ലാം തന്നെ ഉമ്മൻചാണ്ടി തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഉമ്മൻചാണ്ടിയെ പോലെ ഷാഫി പറമ്പിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഹൃദയത്തോടെ ചേർത്ത് ഒരു ജീവനായി കണ്ടുള്ള പ്രവർത്തനം അയാളെ എത്തിച്ചത് ഇപ്പോൾ മികവാർന്ന സ്ഥാനങ്ങളിലേക്കാണ്. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമായതോടെയാണ് ഷാഫി പറമ്പിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് 2005 KSUവിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയതോടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി മാറി. 2006 പാലക്കാട് ജില്ലാ പ്രസിഡന്റും തുടർന്ന് 2009 KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി. KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 2011 പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള നിയോഗം ഷാഫിയെ തേടിയെത്തുന്നത്. CPMൻ്റെ കോട്ടയിൽ വിദ്യാർത്ഥി നേതാവായിട്ടുള്ള ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാവരും തന്നെ ഷാഫിക്ക് പരാജയം പ്രവചിച്ചിരുന്നു. പക്ഷേ ആ പ്രവചനങ്ങളെല്ലാം തന്നെ തച്ചുടച്ച് അന്തിമ വിജയം ഷാഫിക്ക് തന്നെയായിരുന്നു. 2011 കന്നി അംഗത്തിനായി ഷാഫി ഇറങ്ങുമ്പോൾ പ്രായം 28 ആദ്യ പോരാട്ടത്തിൽ തന്നെ CPMൻ്റെ K ദിവാകരനെ തോൽപ്പിച്ചായിരുന്നു ഷാഫി നിയമസഭയിൽ എത്തിയത്. 2016 2021 ആ വിജയം ആവർത്തിച്ചു. ഈ 2 തവണയും മണ്ഡലത്തിൽ ഷാഫി 2ാം സ്ഥാനത്തേക്ക് തള്ളിയതാകട്ടെ BJPയുടെ ശോഭാ സുരേന്ദ്രനെയും E ശ്രീധരനെയുമാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. ആദ്യ വിജയത്തിന് ശേഷം പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട MLA ആയി മാറുവാനായിട്ട് ഷാഫി പറമ്പിലിന് സാധിച്ചു. പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രിയപ്പെട്ട ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം നിലകൊണ്ടപ്പോൾ തുടർന്നുള്ള വിജയങ്ങളായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ E ശ്രീധരനോടുള്ള വിജയം കേവലം കോൺഗ്രസ്സുകാർ മാത്രമായിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത്. CPMകാർ പോലും ആ വിജയത്തിൽ അന്ന് ആനന്ദം കണ്ടെത്തിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഷാഫി പറമ്പിൽ ഇന്ന് സ്വീകാര്യനാണ് എന്നതാണ് പ്രത്യേകത. ഒരേ സമയം തന്നെ മികച്ച ജനപ്രതിനിധിയും അതിലേറെ തന്നെ മികച്ച സംഘാടകനും ആകുവാൻ ഷാഫിക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 2020 ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്തായിരുന്നു ഷാഫി സംഘടനയുടെ തലപ്പത്തേക്ക് പോലും എത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സംസ്ഥാനത്തെമ്പാടും ഷാഫി പറമ്പിൽ കോൺഗ്രസിൻ്റെ യുവത്വത്തിനിടയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഓളം അത് ചെറുതായിരുന്നില്ല. അങ്ങനെ മതേതര പ്രതിച്ഛായയുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഷാഫിയോട് വല്ലാത്തൊരു ഇഷ്ടവും അടുപ്പവുമാണ്. വർഗീയതയോടും അതോടൊപ്പം തന്നെ വിഘടനവാദത്തോടും സന്ധി ചെയ്യാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഷാഫിക്കുള്ളത്. ഹിന്ദു ഭൂരിപക്ഷമുള്ള പാലക്കാട് മണ്ഡലത്തിലും ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കൃത്യമായ സ്വാധീനമുള്ള വടകരയിലും ഒരേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇടിച്ചു ചെല്ലാൻ ഇറങ്ങിച്ചെല്ലാനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും ഷാഫിക്ക് സാധിച്ചുവെന്നതും ഷാഫിയുടെ പ്രത്യേകത തന്നെയാണ്. 2011 പാലക്കാട് സീറ്റ് ഷാഫി ഏറ്റെടുക്കുമ്പോൾ അത് സേഫായ മണ്ഡലമൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ഏറ്റെടുക്കുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു. കാരണം വടകരയിലെ വിജയം കോൺഗ്രസിലെ ക്രൗഡ് പുള്ളർ ഷാഫി തന്നെയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ഒരു വിജയം. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ജനപ്രീതി ഉണ്ടെന്ന് വിവിധ സർവേകൾ പോലും കണ്ടെത്തിയ LDFിലെ കരുത്തുള്ള വനിതാ നേതാവായിട്ടുള്ള KK ശൈലജ ടീച്ചറെ നേരിടാനായിരുന്നു മുതിർന്ന നേതാക്കളെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി എത്തിച്ചത്. അങ്ങനെ പാർട്ടിയുടെ വിശ്വാസം കാത്ത് ഷാഫി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വടകരയിൽ വിജയിച്ചു കയറുകയും ചെയ്തു. അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നെങ്കിലും ആ വിജയത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനും അത് കൃത്യമായി തന്നെ ജനങ്ങളെ ബോധിപ്പിച്ച് തുടർച്ചയായിട്ട് വിജയം കൈവരിക്കാനും ഷാഫി പറമ്പിലിന് സാധിച്ചിട്ടുണ്ട്. വടകരയിലും തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങൾ ഷാഫിയുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ സന്തുഷ്ടരാണ്. കാരണം ഉമ്മൻചാണ്ടിയെയാണ് ഷാഫി തൻ്റെ മാതൃകയായി
ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് പറഞ്ഞ ഷാഫി MLA ആയിരുന്നപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം അത് ചെറുതല്ലായിരുന്നു, വളരെ വലുതായിരുന്നു. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചർച്ചകളൊക്കെ തന്നെ നടക്കുമ്പോൾ വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമെല്ലാം തന്നെ അവരുടെ എല്ലാം മനസ്സിലുള്ളത് ഷാഫി പറമ്പിൽ എന്ന പേര് തന്നെയാണ്. അതിന് പിന്നിൽ തന്നെ ഒട്ടേറെയായിട്ടുള്ള കാരണങ്ങളുണ്ട്. പ്രധാനമായും എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ ഒന്നിച്ചു നിർത്തി പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മികച്ച നേതാവ് ഷാഫി പറമ്പിലാണെന്ന വിലയിരുത്തൽ ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും എല്ലാം തന്നെ ഷാഫി പറമ്പിൽ സ്വീകാര്യനാണ്. കാരണം ഷാഫി KPCCയുടെ അമരത്തേക്ക് വരുന്നതിൽ ലീഗിനും എതിർപ്പുണ്ടാകുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അതവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു തീരുമാനവുമായി മാറിയേക്കും. കാരണം ലീഗ് നേതാക്കളും അണികളും അവരിൽ ഒരാളായിട്ടാണ് ഇപ്പോൾ ഷാഫിയെ കാണുന്നത് തന്നെ. മറ്റ് സാമുദായിക സംഘടനകളുമായും ഷാഫിയെ സംബന്ധിച്ച് ഷാഫിക്ക് അടുത്ത ബന്ധമാണുള്ളത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഷാഫി പറമ്പിലിൻ്റെ കഴിവിലും പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ കൂടുതൽ ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ സതീശനും KC വേണുഗോപാലും സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീണ്ട നിര തന്നെ ഇപ്പോൾ ഷാഫിക്ക് വേണ്ടി നിലകൊള്ളാനും തയ്യാറായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നമുക്കറിയാം, സ്വയം ഒരു ആൾക്കൂട്ടമായി മാറുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു മികച്ച നേതാവ് ഷാഫി പറമ്പിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഷാഫി പറമ്പിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അടുത്ത നേതൃത്വത്തെ പലരും നോക്കിക്കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഷാഫിയെ പാർട്ടിയുടെ നേതൃത്വം എത്ര കണ്ട് ഇനി മുന്നോട്ടങ്ങ് ഉപയോഗപ്പെടുത്തുമെന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.